സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ RY ഫ്രം Xornet. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിട്ടുള്ള MSNRലേക്കുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഒരു ഗ്ലിംസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന 3 കീ ലെവൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലെവൽ നോക്കാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്ലാസിക് ലെവൽസാണ്. ക്ലാസിക് ലെവൽസിൽ നമുക്ക് ക്ലാസിക് റെസിസ്റ്റൻസ് ആൻഡ് ക്ലാസിക് സപ്പോർട്ട്, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നല്ലത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈൻ ചാർട്ട് ഇട്ട് നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ലൈൻ ചാർട്ട് ഇട്ട് നോക്കുന്ന ടൈമിൽ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ്, ഷേപ്പാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസിക് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ആണ് നമ്മുടെ ക്ലാസിക് സപ്പോർട്ട്. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് റിയൽ ചാർട്ടിലുള്ള എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് 4 hour നോക്കാം. 4 hour നോക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആൻഡ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതാണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ, ക്ലാസിക് സപ്പോർട്ട് ലെവൽ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈൻ ചാർട്ടിലും കൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ ക്ലാസിക് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഇങ്ങോട്ട് മാർക്കറ്റ് റീട്രേസ്മെൻറ്റിന് വന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. സോ ഇതാണ് ക്ലാസിക് സപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഞാൻ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ലെവലിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസിക് റെസിസ്റ്റൻസ് ലെവൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചാർട്ടിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു. സോ അവിടെ ഒരു ഷേപ്പാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മളെ ക്ലാസിക് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ക്യാൻഡിൽ റീട്രേസ്മെൻറ്റിന് പോയി. അതിനുശേഷം മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റ് ഇല്ല എങ്കിലും ഓൾമോസ്റ്റ് ഒരു 30 പിപ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവിടെ 300 പിപ്സിൻ്റെ അടുത്ത് അവിടെ ഒരു സെൽ സൈഡ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ക്ലാസിക് ആയിട്ടുള്ള ലെവൽസ് മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം, അതായത് ഗ്യാപ്പ് ലെവൽസ്. ഗ്യാപ്പ് ലെവൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചാർട്ടിൽ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അതാണ് ഒന്നും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ലെവൽസിനെ കുറിച്ച് നോക്കാം. ഗ്യാപ്പ് ലെവൽസ് എന്ന് പറയുന്ന ടൈമിൽ ആക്ച്വലി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ലെവലാണ് ഒരു ഗ്യാപ്പ് ലെവൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു വീണ്ടും ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് പ്രൈസ് ആൻഡ് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് കൂടിയിട്ട് നമ്മളൊരു ലൈൻ വരക്കുക. അതാണ് നമ്മുടെ ഗ്യാപ്പ് ലെവൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ ഈ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ആവും. അതിനുള്ള കാരണം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറിയാണ്. അത് നമ്മൾ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ സിമ്പിളി നിങ്ങളിത് മനസ്സിലാക്കുക, ഇതാണൊരു ഗ്യാപ്പ് ലെവൽ, ബുള്ളിഷ് ഗ്യാപ്പ് ലെവൽ. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ബിയറിഷ് ഗ്യാപ്പ് ലെവൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ആൾസോ ബിയറിഷ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ആൻഡ് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഒരു ലൈൻ വരക്കുക. അതാണ് നിങ്ങളുടെ ബിയറിഷ് ഗ്യാപ്പ് ലെവൽ. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മേഖല നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ക്ലാസിക് റെസിസ്റ്റൻസും കൂടെ ഉണ്ട്. സോ ഇവിടെ 2 ലെവലുണ്ടായിരുന്നു. ആൻഡ് മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ, മാർക്കറ്റ് ഡൗൺ ആവും, മാർക്കറ്റ് കുറച്ച് അടിയിലോട്ട് വരും. ഓക്കെ, അത് നമുക്ക് അഡ്വാൻസ്ഡ് തിയറീസാണ്, അത് നമുക്ക് പിന്നീട് പറയാം. സോ നമ്മളിപ്പോൾ സെക്കൻഡ് ലെവൽ പറഞ്ഞു. ഫസ്റ്റ് ലെവൽ എന്തായിരുന്നു, ക്ലാസിക് ലെവൽ. സെക്കൻഡ് ലെവൽ ഗ്യാപ്പ് ലെവൽ. തേർഡ് ലെവൽ എന്താ വെച്ചാൽ SBR ലെവൽ ആൻഡ് RBS ലെവൽ. SBR ലെവൽ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഒരു ക്ലാസിക് റെസിസ്റ്റൻസ് ഫോമായി, അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് പിന്നീട് അതൊരു സപ്പോർട്ടായിട്ട് ടേൺ ചെയ്യും. സോ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്, അതാണ് RBS. ഇത് നമ്മളെ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു സപ്പോർട്ട് ലെവലായിട്ട് മാറി. കറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് RBS, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. ഇനി നമുക്ക് SBR ലെവൽ എന്താണെന്ന് നോക്കാം. SBR ലെവൽ നോക്കുന്ന ടൈമിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള സപ്പോർട്ട്, ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ സപ്പോർട്ട് ബിക്കംസ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെ നമുക്കൊരു ക്ലാസിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിനെ പിന്നെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ നമുക്കിനി ഇതിനും എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ എക്സാമ്പിളിലോട്ട് പോകാം.
ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, 1 hour ചാർട്ടാണ്, 1 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇവിടെ ഇതാ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള സപ്പോർട്ട് കാണാൻ പറ്റും, ക്ലാസിക് സപ്പോർട്ട് ലെവൽ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു V ഷേപ്പ്, ഇതൊരു ക്ലാസിക് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. അതിനുശേഷം മാർക്കറ്റ് ഇതാ ഒരു ഹ്യൂജ് ക്യാൻഡിൽ വന്നിട്ട് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഹ്യൂജ് ക്യാൻഡിൽ വന്നിട്ട് എന്തായി, ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്, നമുക്ക് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് റീടെസ്റ്റ് പോയപ്പോൾ ഈ സപ്പോർട്ടിന് എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അടിയിലോട്ട് വന്നു. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് കൺസെപ്റ്റിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് വീഡിയോ ആണ്, ക്ലാസിക് കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ലെവൽസിനെ കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നത്. അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്, സപ്പോർട്ട് ബിക്കംസ് റെസിസ്റ്റൻസ്. ഇനി നമുക്കൊരു RBSൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഇതാ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിനെ ബ്രേക്ക് ആയത് ഏത് ക്യാൻഡിലാണ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അങ്ങ് മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഒരു ക്ലാസിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇതിന് ബ്രേക്ക് ചെയ്തത് ഇതാ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഇതാ ഈ ലെവലിലോട്ട് റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് റെസിസ്റ്റൻസ് ലെവൽ എന്താണ്, പിന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ആൻഡ് മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്പ് പോയി. ഓക്കെ, ബുള്ളിഷ് മൊമെൻറ്റം കിട്ടി. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളിപ്പോൾ ക്ലാസിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞു, ദെൻ ക്ലാസിക് സപ്പോർട്ട് ലെവൽ പറഞ്ഞു, ആൻഡ് നമ്മൾ ഗ്യാപ്പ് ലെവൽസും അതുപോലെ തന്നെ SBR ലെവൽസ് ആൻഡ് RPS ലെവൽസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസിക് കൺസെപ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ ബൈ.